നമസ്കാരം. ഞാനിപ്പോൾ കർണാടകയിലെ ബേലൂരിലുള്ള ഒരു അമ്പലത്തിലാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ശില്പങ്ങളുള്ള ഒരു അമ്പലം കൂടെയാണ് ഈ ഒരു ബേലൂർ ക്ഷേത്രം. യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള പട്ടികയിലൊക്കെ ഉണ്ട്. അതിൻ്റെ കാഴ്ചകൾ കാണാം. കർണാടകയിലെ നല്ലൊരു അടിപൊളി അമ്പലമാണ് അത്ര ബേലൂര് ചെന്നകേശവ ക്ഷേത്രം. അപ്പോൾ ആ ഒരു അമ്പലം കാണാൻ വേണ്ടി പോവുകയാണ്. യുനെസ്കോൻ്റെ പട്ടികയിലൊക്കെ ഉള്ള ഒരു അമ്പലമാണ്. വെൽക്കം ടു ശ്രീ ചെന്നകേശവ ടെമ്പിൾ, കമ്പഗൌഡ സർക്കിൾ, വേലൂർ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ദൂരെയായിട്ട് അമ്പലത്തിൻ്റെ കവാടമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നടന്ന് അമ്പലത്തിൻ്റെ മുന്നിലുള്ള കവാടത്തിലേക്ക് എത്തി. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കവാടമൊക്കെ പോലെ ഉണ്ട്. വലിയൊരു അമ്പലമാണ് കേട്ടോ. ഉള്ളിലേക്ക് ഇനി ക്യാമറ ഒക്കെ കടത്താൻ പറ്റുമോ എന്നറിയില്ല. ഒട്ടുമിക്ക റൈഡേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു അമ്പലം ഭയങ്കര ഹിറ്റാണല്ലോ. അപ്പോൾ വ്ളോഗ് റീൽസ് ഒക്കെ എടുക്കാനായിരിക്കും. ഇവിടെ പല ഗൈഡുമാരും ഉണ്ട്. അവരിങ്ങനെ അവരുടെ ആളുകൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഗൈഡിൻ്റെ സൈഡിൽ ചെന്ന് നിൽക്കാം. എത്രയോ ആൾക്കാരാണ് ഇവിടെ സന്ദർശിക്കാൻ എത്തിയിരിക്കുന്നത്. ഇതാണ് അമ്പലത്തിൻ്റെ ഉൾവശട്ടാ. അവിടെ ഈ കയറി മുകളിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രം പോലെയാണ് അത്ര ഈ അമ്പലം കാണുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഈ അമ്പലത്തിൻ്റെ ഏത് ഭാഗം നോക്കിയിട്ടുണ്ടെങ്കിലും ഒക്കെ ശില്പങ്ങളാണ് കേട്ടോ. അകത്തേക്ക് കയറാം. ഗൈഡിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് വിഷ്ണുവർദ്ധന രാജാവും അദ്ദേഹത്തിൻ്റെ ഭക്തി ശകുന്തളദേവി അവരൊക്കെ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെയുള്ള ഒരു ശില്പം കണ്ടോ? ഇത് നല്ല രസമുണ്ടല്ലോ കാണാം. ഇതൊക്കെ ഒറ്റ കല്ലിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇത് ശരിക്കും ഇതിൻ്റെ റൂഫാണ് കേട്ടോ. ഇപ്പം ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഇവിടെ വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. കുറേ ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട്. ഇവിടെ ഗൈഡുമാർ വന്നിട്ട് ഓരോന്ന് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ മുകളിലെ റൂഫ് നോക്കും. ഇവിടെ ലേസർ അടിച്ചിട്ട് ഓരോന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു മലയാളീനെ പരിചയപ്പെട്ടിട്ടാ. കോട്ടയത്ത് നിന്ന് ഒരു ട്രാവൽസ് നടത്തുന്നുണ്ട്. അപ്പോൾ അവരിവിടെ കുറച്ച് ഗ്രൂപ്പിനെ കൊണ്ടുവന്നാണ്. അപ്പോൾ അവിടെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഗൈഡ് പറഞ്ഞ് കേട്ടാണ് ഇവിടെ മൊത്തം 48 പില്ലേഴ്സ് ഉണ്ട്. ഈ 48 പില്ലേഴ്സിന് 48 രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പലതിനും പല ഡിസൈനാണ്, പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പല അതിൻ്റെ ഫൗണ്ടേഷൻ ആണെങ്കിലും അതിൻ്റെ ഈ ഭാഗമാണെങ്കിലും മുകളിലത്തെ ടോപ്പാണെങ്കിലും ഒക്കെ ഡിഫറെൻ്റ് ആണ്. 48 രീതിയിലാണ്. പിന്നെ ഇപ്പോൾ ഈ നിൽക്കുന്ന ആൾക്കാർ കയറി നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അത് ഇവിടെ ഡാൻസ് കളിച്ചിരുന്ന ഒരു പീഠാണെന്നൊക്കെ പറയുന്നുണ്ട് സ്ഥലം. പിന്നെ മഹാദേവൻ ശരിക്കും ഒരു ഡാൻസ് മാസ്റ്റർ ആണല്ലോ. അപ്പോൾ ഇവിടെ ഡാൻസ് കളിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് സുന്ദരികളൊക്കെ നിൽക്കുന്നുണ്ട്. അവർക്ക് ഡാൻസ് കളിക്കുന്ന ആൾക്കാരുടെ ഒരു രീതിയിലാണ് ഇങ്ങനെ ചിത്രം ഉണ്ടാക്കി രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ മഹാഭാരതത്തിലെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ റൂഫാണ് കേട്ടോ. കുറേ കാണാനുണ്ട്. ഒരു പില്ലർ കണ്ടോ? ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ്. ഓരോന്നിനും ഡിഫറെൻറ്റ് ഡിസൈന്. ഈ ഒരു ശില്പത്തിന് 2 കൈയില്ല. ഈ ഒരു പില്ലറിൻ്റെ ഡിസൈൻ നോക്കിയാൽ ഇതിങ്ങനെയാണ്.
അതും വളരെ ചെറിയ ചെറിയ ശില്പങ്ങളാണ് കേട്ടോ, വളരെ ചെറുത്. ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതോറും കുറെ ശില്പങ്ങൾ. ഒരു പില്ലർ നോക്കിയാ ഇതിൻ്റെ ഉള്ളിൽ കുറെ ശില്പങ്ങളൊക്കെ ഉണ്ട്. ഗണപതി, ഇതാ ഇവിടെ കുറെ വിഗ്രഹങ്ങളുണ്ട്. അങ്ങനെ ഇവിടുന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ ഇങ്ങനെയാണ് കാഴ്ച. ഒരു സർപ്പത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ അവിടെ കാണിക്ക സമർപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വേറെ എന്തോ മരത്തിലാണോ എന്തൊക്കെയോ പണിത് വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് കിടക്കാം. വിഷ്ണുവർദ്ധന രാജാവ് പണി കഴിപ്പിച്ചാണ്. പണി കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുത്രൻ അങ്ങോട്ടായിരുന്നു ഇതിൻ്റെ പണി കഴിപ്പിച്ചത്. 103 വർഷം കൊണ്ടാണ് ഈ ഒരു അമ്പലം പണി കഴിപ്പിച്ചത് എന്ന് പറയുന്നു. കേട് ഇവിടെ നിന്നിട്ട് ഇവരോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. കന്നഡത്തിലാണ് പറയുന്നത്, ഇംഗ്ലീഷിലാണ് എന്തെങ്കിലും മനസ്സിലാവുമായിരുന്നു. നമ്മളിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ വേറൊരു പ്ലാറ്റ്ഫോമിൽ വേറെ അമ്പലമാണ് എന്താണെന്ന് അറിയില്ല, അതുണ്ട്. ഇവിടെ വേറൊരു അമ്പലം കൂടി ഉണ്ട്. അപ്പോൾ ആ കുട്ടികളൊക്കെ ഇരിക്കുന്നു നോക്കൂ, കുറച്ച് ഉയരത്തിലല്ല, അതേപോലെ കുറച്ച് ഉയരത്തിലാണ് ഇപ്പോൾ ഞാനും നിൽക്കുന്നത്, കുറച്ചൊരു കയറിയിട്ടാണ്. ഇവിടെയുള്ള ഓരോ ശില്പത്തിനും ഓരോരോ കഥകളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ പറയുന്നുണ്ട്. പണ്ടും വേട്ടക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേട്ട ചെയ്യുന്ന അമ്പ ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ശില്പമാണത്. വലതിൻ്റെ സൈഡിലുള്ളൊരു ഭാഗമാണ്. ഇവിടെ താഴെ തട്ടിൽ ആനകളാണുള്ളത്. അതിൻ്റെ മീതെ സിംഹം, അതിൻ്റെ മീതെ കുതിര. ഇവര് ഇവിടുത്തെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു, ഒന്നും മനസ്സിലായില്ല. എന്തായാലും ശില്പങ്ങൾക്ക് നല്ല അടിപൊളിയാണ്, നല്ല ഫിനിഷിംഗ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഏതൊരു നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ബ്രഹ്മാവ് ഇവിടെ ഉണ്ട്. തൊട്ടപ്പുറത്ത് ഇവിടെ നരസിംഹമൂർത്തി. ശില്പമൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു, ആരെങ്കിലും എടുത്തുകൊണ്ടേതാണെന്ന് അറിയില്ല. ഇനി ഇവിടെ നേരെ അങ്ങോട്ട് പോകും. ഇത് ഈ ഒരു ഭാഗത്തെ എന്താ പറയാ ഡോറാണ്, പക്ഷെ ലോക്കഡാണ്. ഇവിടെയും വേറെ കുറേ ശില്പങ്ങൾ വളരെ വിദഗ്ധമായിട്ട് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എവിടുന്ന് നോക്കിയാലും മനോഹരമായ കാഴ്ചകളാണ്. മണ്ഡപത്തിന്റെ നേരെ മുന്നിലായിട്ട് തന്നെ ഒരു സംഭവം ഉണ്ട്. എന്തിനാ ഉപയോഗിച്ചിരുന്നറിയില്ല. അവിടെ വേറൊരു കോവില്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മണ്ഡപം പോലുള്ളത്. അവിടെ അങ്ങനെ തൂക്കിയിടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടെ നോക്കാം, അവിടെ വലിയൊരു പില്ലർ പോലൊരു സംഭവം ഉണ്ടല്ലോ. അതായത് നമ്മൾ മറ്റേ ബാഹുബലി സിനിമയിൽ കണ്ടിട്ടില്ല, ഒരു വലിയൊരു പില്ലർ മറ്റേ ദേവസേന കിട്ടിയിരുന്ന അതേപോലെ ഒരു സംഭവം. എന്തായാലും അതിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ വേറൊരു മണ്ഡപം പോലെ ഒരു സംഭവം കാണുന്നുണ്ട്. അങ്ങോട്ട് ഇറങ്ങി നോക്കാം. വളരെ മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ, നല്ല രസം കേട്ടോ. വെയിലുണ്ടെങ്കിലും ചെറിയൊരു തണവാണ് കാറ്റിന്. ഇതാണ് നമ്മൾ വന്ന അമ്പലത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല വിസ്താരമുള്ള ഒരു അമ്പലമാണ് കേട്ടോ. അത് കണ്ടോ, പില്ലറിന്റെ ഏറ്റത് മണികളൊക്കെ ഉണ്ട്. ഇതാണ് ആ പില്ലർ. ശരിക്കും ഇതൊക്കെ കണ്ടിട്ട് കോപ്പി അടിച്ചിട്ടായിരിക്കും ബാഹുബലിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടത്. ഇപ്പോൾ സമയം 11:55 നല്ല വെയിലുണ്ട്. വെയിലുണ്ടെങ്കിലും ചെറിയൊരു തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നുണ്ട്. വലിയ ക്ഷീണമൊന്നുമില്ല. നല്ല അടിപൊളി സ്ഥലമാണ്. ഇങ്ങോട്ട് വരാൻ പറ്റുന്നതുണ്ടെങ്കിൽ വരണം കേട്ടോ. ക്ലൈംബ് ഹെയർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഇഷ്ടംപോലെ ആൾക്കാർ അതിന് മീതെ കയറി നോക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടൊന്ന് പോയി നോക്കണം.
ഇവിടെയും എഴുതി വെച്ചിട്ടുണ്ട്, ഇത് ഇംഗ്ലീഷിലാണ്. ഇതൊരു ക്ഷേത്ര സമുച്ചയം. ആഹാ, ബേലൂർ ഫെസ്റ്റിവൽ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അമ്പലത്തിനെ കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, കന്നഡത്തിലാണ്. അങ്ങോട്ട് കയറി നോക്കാം എന്താ സംഭവം അവിടെ ഉള്ളത് എന്നുള്ളത്. പ്രധാനപ്പെട്ട ശില്പങ്ങളുടെ ഫോട്ടോസാണ് കേട്ടോ. അതിൽ കുറേ പ്രത്യേകത ഉണ്ട്. ഇതൊരു തത്തമ്മേനെ പിടിച്ചിരിക്കുന്ന ഒരു സ്ത്രീരൂപമാണ്. ഇത് ഡാൻസ് കളിക്കുന്ന ചെണ്ടൊക്കെ കയ്യിലുണ്ട്. ഇത് പിന്നെ എന്താ ആഭരണം തോന്നുന്നു. അങ്ങനെ ഓരോ സ്ത്രീകൾക്കും ഇവിടെ ഓരോരോ രൂപത്തിന് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ പറഞ്ഞു കേട്ടു. ഇതാണ് നേരത്തെ കാണിച്ച വിഷ്ണുവർദ്ധന രാജാവ്, അദ്ദേഹത്തിന്റെ ഭാര്യ ശകുന്തള, അങ്ങനെ എന്തോ പേരുണ്ട്. ഇത് അമ്പലത്തിലെ ചടങ്ങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഉത്സവങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ സംഭവങ്ങളൊക്കെ വായിച്ച് പഠിച്ചിട്ടാണ് അവിടെ ഗൈഡ് മറ്റേ വരുന്നവർക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി കുറേ ഉണ്ട്. നേരത്തെ കാണിച്ചെന്ന ആ ഒരു റൂഫില്ലേ, റൂഫിന്റെ ഇത് നടരാജന്റെ ഒരു ഇതാണ്. നടരാജൻ തന്നെ തോന്നുന്നു. ഇതാ പിന്നെ അവിടെ കൈയില്ലാത്ത ആ ഒരു ശില്പം ഞാൻ നേരിട്ട് കാണിച്ചു തന്നില്ല. അത് ഇത് അമ്പലത്തിന്റെ ആ ഒരു മെയിൻ വിഗ്രഹം ഇരിക്കുന്ന സ്ഥലത്തിന്റെ അമ്പലത്തിന്റെ ടോപ്പ് വ്യൂ ഒരു നക്ഷത്രം പോലെ തോന്നുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ഹൊയ്സാല റൂളിറ്റ്സ് ഇന്ദ്രാപ്പ കാമ പോയാസാല എന്തൊക്കെയോ വായിക്കാൻ പറ്റുന്നില്ല. വിനായാദിത്യ എരയങ്ക ബല്ലാല വിഷ്ണുവർദ്ധന നരസിംഹ വീര നരസിംഹ ടു സംശവാര. നോക്കൂ, ഈ ഒരു അമ്പലത്തിന്റെ ആകാശ ദൃശ്യമാണ് കേട്ടോ ഈ കാണുന്നത്. ശിവലിംഗം ഉണ്ടായിരുന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ എന്താ പല്ലക്കുകളോ ഇതൊക്കെ ഉത്സവത്തിന് ഉപയോഗിക്കണമെന്ന് തോന്നുന്നു. ഇത് കാണുന്ന മറ്റൊരു സ്ഥലത്തേക്ക് പോയി നോക്കാം. അത് തുറന്നിട്ടൊന്നുമില്ല, അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റില്ല. ശരിക്കും അത് എന്തായിരിക്കും, അത് ചുറ്റി നടന്നു കാണാം. ഏതോ കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ആനയുടെ ശില്പങ്ങളാണ്. അന്നും ആനയ്ക്ക് അലങ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അപ്പുറത്ത് മുകളിലേക്ക് കയറാനുള്ള ഒരു ഇതുണ്ട്. ചുമ്മാ ഒന്ന് കയറി നോക്കാം. അവിടെ തുറന്നിട്ടൊന്നുമില്ല, എന്നാലും കയറി നോക്കാം. ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ടോ കരിങ്കല്ലുകൊണ്ട്, അധികം ഫിനിഷിങ് ഇല്ലാത്ത കരിങ്കല്ലുകളാണ് ഇപ്പോൾ മുകളിലുള്ളത്. അപ്പോൾ അത് പഴയ കാലത്ത് ഉണ്ടാക്കിയിരിക്കണമായിരിക്കണം. കുതിരേനെ നോക്കൂ. ഈയൊരു ഇതിന് അത്ര അധികം വർക്കുകളൊന്നുമില്ല. അതേപോലെ തന്നെ ജസ്റ്റ് പണികളൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ശില്പങ്ങൾ അങ്ങനെ കുത്തിവെച്ചിട്ടൊന്നുമില്ല. ശില്പങ്ങൾ കംപ്ലീറ്റ് ഉള്ളത് മറ്റേ ടെമ്പിളിന് തന്നെയാണുള്ളത്. ചുമ്മാ അങ്ങനെ നടന്നു പോകാം. പിള്ളേരവിടെ സെൽഫി സ്റ്റിക്ക് കൊണ്ടുവന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അവിടെ വേറെ ഏതോ ഒരു അമ്പലം ഉണ്ട് കേട്ടോ, നമുക്ക് അങ്ങോട്ടും പോവാം. ഒരു പോകുന്നുണ്ട്, അതിന് നേരെ എന്നിട്ട് ഇവിടെ കുഴിക്കാണ്. പക്ഷെ കുഴി കാണാൻ നല്ല രസമാണ് കേട്ടോ. ഒരു കുളത്തിൻ്റെ ഒക്കെ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അയ്യോ, ഇതിന് തലയില്ല. അങ്ങോട്ട് കയറി പോവാം. സൗമ്യനായകി ടെമ്പിൾ. ഈ ഒരു അമ്പലത്തിൽ കയറാം. അമ്പലത്തിൽ കാണിച്ച പോലെ ഇവിടെയും ഒരു മണ്ഡപം ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ടോപ്പിൽ അങ്ങനെ ഒന്നുമില്ല. ഇതാണ് അമ്പലത്തിൻ്റെ ഈ സൈഡ് വശം. വലിയ ഫിനിഷിംഗ് ഒന്നുമില്ല, മറ്റേ അമ്പലം പോലെ അങ്ങനത്തെ ശില്പങ്ങളൊന്നുമില്ല. സൗമ്യനായകി അമ്മ ക്ഷേത്രം. വലിയ ഫിനിഷിംഗ് ഇല്ലാത്തതും അതേപോലെ തന്നെ ശില്പങ്ങളില്ലാത്തതും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ഇത് പണ്ട് പുരാതനമായ കാലത്ത് ഉണ്ടാക്കിയതാണ്. അന്നത്തെ ആ ഒറ്റക്കല്ല് വെച്ചിട്ട് ഇങ്ങനെ പണിത സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണത്. ഇതിവിടെ വേറൊരു അമ്പലം ഇവിടെ ഉണ്ടോ, മണ്ഡപമാണ്. ശരിക്കും കയറി വരേണ്ട വഴി ഇതായിരുന്നു. ഇത് ചിലപ്പോഴേ
ഇവിടുത്തെ നൃത്തമണ്ഡപം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നാട്യക്കാരികൾ വന്നിട്ട് ഇവിടെ നൃത്തം ചെയ്യും, രാജാക്കന്മാർ അല്ലെങ്കിൽ അവരുടെ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് നൃത്തം കാണുകയും ചെയ്യുന്ന സ്ഥലമായിരിക്കും. അല്ലെങ്കിൽ ഇത് രാജാവിന് ഇരിക്കാനുള്ള സ്ഥലം, മറ്റേ പണ്ഡിതന്മാർക്കും അവർക്കൊക്കെ ഇരിക്കാനുള്ള സ്ഥലം അങ്ങനെയായിരിക്കും. ഞാനിവിടെ കുറേ മലയാളി പിള്ളേരിനും ഉണ്ട് കേട്ടോ, ചെക്കന്മാരും പെൺപിള്ളേരും കൂടി വന്നിട്ടുണ്ട്, പഠിക്കാൻ വരുന്ന പിള്ളേരായിരിക്കും. സ്ഥലത്ത് ഇതേപോലെ കാവലായിട്ട് ആനകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ വരുമ്പോൾ അവരവിടെ ഇരിക്കുകയായിരുന്നു. ഈ ഒരു അമ്പലത്തിന് അത്യാവശ്യം ശില്പങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഇത് തുറന്നിട്ടില്ല. ഇവിടെ ശില്പികൾ കൃത്യമായിട്ടൊന്നും പൂർത്തീകരിക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇവിടെ ചെറിയൊരു സ്പേസ് അവിടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ ഞാൻ കുറച്ച് നല്ല ശില്പങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് മറ്റേ നരസിംഹമൂർത്തി. ഇവിടെ ശിവനും പാർവതിയാണോ, പക്ഷെ മുഖമൊക്കെ ഇങ്ങനെ ചീത്തയാക്കി വെച്ചിരിക്കുന്ന ആൾക്കാർ വന്നിട്ട്. ഇവിടെ കേട് വന്ന പില്ലേഴ്സാണെന്ന് തോന്നുന്നു, ഇവിടെ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി റിപ്പയർ ചെയ്ത് ചിലപ്പോൾ റീപ്ലേസ് ചെയ്യുമായിരിക്കും. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പ്രധാന അമ്പലത്തിൻ്റെ ഭാഗം കാണാം കേട്ടോ. നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാൻ. അവിടെ വേറൊരു അമ്പലം കൂടി ഉണ്ട്, അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് പോവാം. ഇതും കൂടി തുറക്കേണ്ടതായിരുന്നു, പക്ഷെ അടച്ചിട്ടിരിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മീതെയാണ് ഈ അമ്പലം നിൽക്കുന്നത്. ഇനി ഇവിടേക്കൊന്ന് കയറാം. രംഗനായകമ്മ അങ്ങനെ എന്തോ പേരാണ്. ഈ ഒരു അമ്പലത്തിൻ്റെ പുറം വശത്തും ഇതേപോലെ കുറേ ശില്പങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശ്രീകൃഷ്ണൻ്റെ ഒക്കെ ഉണ്ട്. ശ്രീകൃഷ്ണൻ്റെ ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഒന്നും എന്താ പറയുക, ഒരു കുറ്റം പറയില്ല, നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഏതൊക്കെയോ കാലഘട്ടത്തിലെ ശില്പികൾ ഉണ്ടാക്കിയതാണെന്നേ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. തഞ്ചാവൂർ അമ്പലത്തിൽ ഫോട്ടോ എടുക്കാനും സാധിക്കില്ല, ഫോട്ടോ എടുക്കാൻ പറ്റും, വീഡിയോ എടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ വരുന്നുണ്ടെങ്കിൽ വരുന്നവർക്ക് ഇപ്പോൾ വരാം. കുറച്ചും കൂടി കഴിഞ്ഞ് ചിലപ്പോൾ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒക്കെ ചിലപ്പോൾ നിരോധിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ ഔട്ടർ ഭാഗമാണ് കേട്ടോ, അതിങ്ങനെ തൂണുകളൊക്കെ വെച്ചിട്ട് മറ്റെന്താ പറയുക, ഒരു ഇടനാഴി പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കിടക്കാം. പഴയ കാലത്ത് കുറേ കഥകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഹനുമാൻ, ഇവിടെയും കുറേ ശില്പങ്ങളൊക്കെ പതിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരുകളൊന്നും നമുക്കറിയില്ല, പക്ഷെ ഇതിനൊക്കെ ഓരോ കഥകളുണ്ടാവും പറയാൻ വേണ്ടിയിട്ട്. അവിടെ തഞ്ചാവൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു വരാന്ത കാണാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് ഇരിക്കുന്നത് ഗണപതി, പിന്നെ ഇരിക്കുന്നവരനെ ഒന്നും അറിയില്ല. എന്താ അവസാനം ഗണപതി ഉണ്ട്. അങ്ങനെ നടന്ന് വന്ന് ഇവിടെ കുളം എത്താറായി. കുളത്തിൽ കുറേ ആമകളുണ്ട്.
ഇപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഇതിൻ്റെ ചുമരിലും അതേപോലെ തന്നെ ഇതിൻ്റെ റൂഫിലും കാണുന്ന ഈ ഒരു കരിങ്കല്ലിനൊന്നും നല്ല ഫിനിഷിംഗ് ഒന്നുമില്ല. അതായത് അങ്ങനെ ഫിനിഷിംഗ് ഇല്ലാത്ത ഗജകുണ്ട എന്നാണ് ഈ ഒരു അമ്പലക്കുളത്തിൻ്റെ പേര്. ഈ അമ്പലത്തിൻ്റെ ഇവിടുത്തെ നിലമൊക്കെ നോക്കും, മൊത്തം കരിങ്കല്ല് പാകിയതാണ് കേട്ടോ. കാലിന് ചൂട് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചൂട് തന്നെ ഉള്ളൂ, പക്ഷെ വലിയ കാര്യമായിട്ടില്ല. പക്ഷേ നല്ല തണവുണ്ട് വെയിലുണ്ടെങ്കിലും. അപ്പോൾ കുറേ നേരെ ചുറ്റി കറങ്ങണം. അപ്പോൾ ഇനി ഇവിടുന്ന് അവസാനിപ്പിച്ച് ഇതേപോലെ തന്നെ വേറൊരു അമ്പലമുണ്ട് ഇവിടെ, അങ്ങോട്ട് പോകാം. അതിൻ്റെ ഇടയിൽ ഉച്ചയ്ക്ക് ഇനി ഭക്ഷണം കഴിക്കണം, വിശക്കുന്നുണ്ട്. ശരിക്കും ഇവിടുത്തെ ആ ഒരു ഗോപുരം കാണുമ്പോൾ തന്നെ എന്താ പറയുക, സ്വർണം പോലെ ഇങ്ങനെ നന്നായി തിളങ്ങുന്നുണ്ട് കേട്ടോ. 3, 2, 5 മകുടങ്ങൾ അതിൻ്റെ മീതുണ്ട്. ഇവിടെ ഗൈഡുകൾ പുതിയ ഗസ്റ്റ് വരുമ്പോൾ പുതിയ ഗസ്റ്റിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു. പിന്നെ നമ്മൾ പോവാം. ഇവിടെ അമ്പലത്തിൻ്റെ എന്ന് തോന്നുന്നു കേട്ടോ, ഒരു തേരിവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വേലൂർ ടെമ്പിളിനോട് വിട പറയുകയാണ്. അലവിടു എന്ന് പറഞ്ഞിട്ടുള്ളൊരു അമ്പലത്തേക്ക് ഇനി പോകണം. അതും ഇതേപോലുള്ളൊരു അമ്പലമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ അവിടുത്തെ കാഴ്ചകൾ കാണാം. അതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ഭക്ഷണം കഴിക്കണം, നല്ല വിശപ്പുണ്ട്.